ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമുക്ക് കുറുവാവിലിടാന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്നും പകലിട്ട് ഇടുമായിരുന്നു. ഇന്നിപ്പം പകലിട്ട് നമുക്ക് മയക്കത്തോടു കൂടി ഒന്ന് എടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അന്നേരം അതിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നമുക്കിനിയിപ്പം വലയിടുന്നിടത്തും വെച്ച് കാണാം. നമുക്കിത് ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടേക്കാം. ഇവിടുന്ന് ഇട്ടിട്ട് നമുക്ക് ഇനിയുണ്ട് 2-3 വർഷം വലയും കൂടിയൊക്കെ ഉണ്ട്. നമുക്ക് മൊത്തം ഇന്ന് ഇട്ടേക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിട്ട് കുറുവ പകലിട്ടിട്ട് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഒഴുക്ക് നിൽക്കുന്നില്ല. ഒഴുക്ക് നിലനീരായാലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. എന്നാലുള്ള ആ നിലനീരാകുമ്പോൾ മീനൊരു പായ്ച്ചില പോയി. അതിന് നമ്മൾ വലയിട്ടാൽ ഉറപ്പാണ് മീൻ. ഇന്നലെയൊക്കെ വലയിട്ടിട്ടാണേലും നിലനീരാകുന്നില്ല, ഒഴുക്കാണ്. അതൊന്നാമത്തെ കാര്യം വെച്ചിട്ട് ഈ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കൂടുതൽ വെള്ളം തള്ളുന്നുണ്ട് കിഴക്കുന്നത്. ഈ സന്ധ്യ മൈക്കലിനായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ മൈക്കൽ കൂട്ടി മീനൊരു വായിച്ചില പായും. അന്നേരം നമുക്ക് മീൻ കിട്ടും. നമ്മളിപ്പോൾ അവിടെ നിന്നിട്ട വലതേ ഇവിടെ കൊണ്ട് തീർന്നു, അവിടെ കിടക്കട്ടെ. നമുക്കിനിയിപ്പം ഒരു വർഷം പൊടിവലയുണ്ട്, 1 വർഷം തെളിയും കൂടി ഉണ്ട്. 1 വർഷം നമുക്ക് അക്കരെ ഇട്ടിട്ട് തെളിയ പൊടിവല അങ്ങോട്ട് മാറ്റിയിടാം. അതാ ഞാനും പറഞ്ഞു. നമുക്ക് 1 വർഷം നമുക്ക് ഇവിടെ ഇടാം. നമ്മളിനിയിപ്പോൾ ഇച്ചിരി മയക്കലോട് കൂടിയേ വന്ന് എടുക്കുകയുള്ളൂ. എടുക്കുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. പൊടിവല നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇടാം. ഓക്കെ, നമ്മളന്നേരം വല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് സന്ധ്യ മയങ്ങി വരുന്നതോടുകൂടി നമുക്കെടുക്കാം. അങ്ങനാവേ. ഇതാണ് നമ്മുടെ ഉണ്ണിച്ചൻ, ഇവനാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. അന്നേരം ഇട്ട വലതേ സന്ധ്യ മയങ്ങി. നമുക്കൊന്ന് പൊക്കി നോക്കാവേ, എല്ലാം ഉണ്ടോയെന്ന്. ഇങ്ങോട്ട് കാണിച്ചു, ഇങ്ങോട്ട് കാണിച്ചോ, ടോർച്ച് ഇങ്ങോട്ട് കണ്ടോ, കിട്ടുന്നുണ്ടോ? വിളിക്കാതെ കിട്ടുന്നുണ്ടോ? ഇനി ഇപ്പുറത്തോട്ട് എടുത്ത് ഇങ്ങോട്ട് കഴിച്ച് വെള്ളത്തിലാണ്, ടോർച്ച് വെള്ളത്തിലോട്ട്. എന്താ കുറവാണോ അത്? ായിട്ട് അറിഞ്ഞില്ലായിട്ടത് എന്നെ കൂട്ടി അറിഞ്ഞില്ല നോക്കിയോ. ഇതുണ്ടോന്ന് ചോദിച്ചാ കൊണ്ട് ഇറക്കി അടിച്ച് ഇത് ഇങ്ങോട്ട് വെള്ളത്തിനടിച്ചല്ലോ. കമ്മിയാണോ എന്നറിയാനാണ്. എന്നാണെങ്കിലും വൈകിട്ടത്തെ വലിയ മടുപ്പായില്ലല്ലേ ഒന്നിച്ച. കണ്ടോ കുറുവച്ചേട്ടൻ ഇതുണ്ടോ? ആ കുറുവ കുറുവ
അത് ഇതുണ്ട് ഈ രണ്ടെണ്ണം നമ്മൾ ഒന്നിച്ചൊക്കെ പോലെ നമുക്ക് ഈ മീനല്ലാവേ രാത്രിയല്ലേ നമുക്ക് മറ്റേ അന്ന് മീൻ ഒരുപോലെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഊരാം. എന്നാണെങ്കിൽ നമുക്ക് വലയെടുക്കുമ്പോൾ നിങ്ങളിലോട്ട് നമുക്ക് വീഡിയോ എത്തിക്കുമ്പോൾ നല്ല രീതിയിൽ മീൻ കിട്ടാത്ത ഈ വിഷമം ഉണ്ടായിരുന്നേ. ഇതുണ്ടോ കയറി വരുന്നുണ്ട് മീൻ. ഇതുണ്ട് കുറേ ഇഷ്ടം പോലെ ഇതുണ്ട്. എന്താ ഇത് മീനിച്ചോ ഇതാ പുല്ലാണ്ടത്. ഇത് നോക്ക് കാണുക. പൊളിച്ച് പുല്ലെന്താ ഇത് നോക്കി ഇങ്ങോട്ട് നോക്ക് വീഡിയോ കാണിക്ക്. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കാണണം. ഇങ്ങനെ നോക്കിയത് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അയക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് മുഖത്ത് നോക്കി കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇരുട്ടായിപ്പോയി. നമ്മുടെ ഉണ്ണിച്ചാൻ വീഡിയോ പിടിക്കണം, ലൈറ്റ് തെളിച്ച് തരണം, അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. കണ്ടോ ചെമ്പല്ലി ഇത് നോക്കി. വെറൈറ്റി മീൻ ചെമ്പല്ലി, കുറുവ, അറഞ്ഞിൽ, പുല്ലൻ എല്ലാവിധ മീനും കിട്ടി. നമ്മുടെ വല തീരുവേ. ഇത് നോക്കിയേ വല തീരുന്നതിൻ്റെ എൻ്റെ ആണ്ടെ ഇത് നോക്കിയേ. ഇത് കണ്ടോ വല തീരുന്നതിൻ്റെ എൻ്റെ വന്നേക്കുന്നുണ്ടോ. മൂന്നെണ്ണം ഉണ്ട്. ഇത് നോക്കിയത്. അപ്പം അതൊന്ന് കാണിച്ചെടുത്ത മീൻ. അപ്പം നമ്മൾ ഇവിടെ ഇട്ടേക്കുന്ന ഒരു കഷ്ണം വല എടുത്ത് ഇനിയിപ്പം നമുക്ക് അക്കരെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്, അപ്പുറം ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. നമ്മൾ അക്കരെ ഇട്ട് എടുത്ത് ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെയും കൂടി ഇട്ട് എടുത്തേക്കാം. അങ്ങോട്ട് അടിച്ചടാ, ഇങ്ങനെ അടിച്ച്. അക്കരത്തെ റിസൾട്ട് ഓക്കെ ആയിരുന്നു. ഇക്കരത്തെ റിസൾട്ടും കൂടി എങ്ങനെയുണ്ടെന്ന്. ഇത് കണ്ടോ? ഓടാ ഇത് നോക്കിയത്. ഇത് കണ്ടോ കേസ്, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കേട്ടോ. പറ ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ വലയും തീർന്നു. ഇനിയിപ്പം നമുക്ക് അപ്പുറം ഒരു ശേഷം പൊടി വലയും കൂടി ഇട്ടിട്ടുണ്ട്. ആ മീനൊന്ന് കാണിച്ചു തന്നില്ല, ഇനിയൊന്ന് കാണിച്ചതാ കണ്ടോ. ഇവനെല്ലാം നമുക്ക് ഊരുന്ന വീട്ടിൽ ചെന്നിട്ട് വരാം. എന്നാന്ന് ചോദിച്ചാൽ അത്യാവശ്യം മീനുണ്ട്. ഇനിയിപ്പോൾ അപ്പുറയും കൂടി ഒരു ശേഷം പൊടി വലയും കൂടി ഉണ്ട്, അവനെയും കൂടി നമുക്ക് എടുക്കാം. എന്നിട്ട് കാണിക്കാവേ. നല്ല ക്ലാരിറ്റി ഫോട്ടോയായിട്ട് എടുക്കും, വീഡിയോ ആയിട്ട് ഫോട്ടോയായിട്ടും. നമ്മൾ അക്കരയിട്ട് വലയെടുത്ത് നമ്മളിത് ഇവിടുന്ന് പൊടി വല ഇട്ട് അത് നമുക്ക് എടുക്കാം. എന്നുവെച്ചാൽ ഇപ്പം ഈ തെള്ളി വീശുകാരുണ്ട്. നമ്മൾ വലയിട്ട് കഴിഞ്ഞപ്പം അവിടെയൊക്കെ വീശി വല കരയ്ക്കാൻ തോന്നി. അപ്പോഴേ ഇതുണ്ടത് കിങ്ങിണി വലുകൾ. ഇതാണ് കിങ്ങിണി എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മുടെ അപ്പം നമ്മൾ വലയിട്ടതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടിവലയിലുള്ളൊരു ശകലം മടുപ്പുള്ളൂ, മറ്റോത്തെ ഇഷ്ടം പോലെ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഊരി കാണിക്കാവേ. ഓക്കെ, അപ്പം നമുക്ക് ചെല്ലാം. ഗെയ്സ് നമ്മൾ വല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നു വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കയറുന്നല്ല, ഇരുട്ടായി, രാത്രിയായി. എന്നിട്ട് വല കെട്ടി കരയ്ക്കോട്ട് കയറി. ഇതുണ്ടോ മീൻ കിടക്കുന്നുണ്ടോ? ഇത് നല്ല ഫെടഫ മീൻ, മുഴുവൻ മീനാണ്. ഇനിയിപ്പം നമുക്ക് ഊരിയിട്ട് കാണിക്കാം. ഇതുപോലുള്ള നല്ല അടിപ്പം വീഡിയോ ആണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഊരാം. ഇതുണ്ടോ, ഇത് നോക്കിയേ കണ്ടോ എങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് മീൻ കിട്ടേണ്ടത്. നമ്മളെപ്പോഴും ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രതീക്ഷിച്ചിടുന്നത്. പക്ഷേ എങ്കിൽ മീനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്.
ഈ വീഡിയോ കണ്ടിട്ട് എന്നാണല്ലോ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. നമ്മുടെ മീൻപിടുത്തത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പകലുമൊക്കെ ഇന്നലെയൊക്കെ ആണെങ്കിലും വലയിട്ട് ശരിക്കിടിച്ച് ഭയങ്കര തെളിവാണ് വെള്ളം. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള മട്ടം വരിങ്ങ് നോക്കി ആ മയക്കത്തിന് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുത്ത് ഒളിച്ച് കിങ്ങിണി പോലെ ആയിരുന്നു, കിങ്ങിണി പോലെ. നിങ്ങൾ കാണുന്നില്ല ഇതല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ കുറുവയ്ക്ക് വേണ്ടിയിട്ട് ചൂണ്ടയൊക്കെ ഇട്ടായിരുന്നു. അന്ന് കുറുവയല്ലായിരുന്നു, അന്ന് മഞ്ഞക്കൂരിയായിരുന്നു. ഇതുണ്ടോ കുറുവ തോട്ടിലില്ലാഞ്ഞിട്ടില്ല. ഇതുണ്ടോ നോക്കിയത്? കുറുവ ഈ അറിഞ്ഞില്ല നോക്കി. ഇത് നമ്മുടെ തോട്ടിലുള്ള സാധനം നന്ദൻ എന്ന് പറയും. ഇതുണ്ട്, ഇതിൻ്റെ വലിപ്പം നോക്കി. ഇതുണ്ട്, ഇതാ നന്ദൻ. ഇതുണ്ടോ കുറുവയുടെ വലിപ്പമുണ്ട് നന്ദന്. എന്താ ഇത് നിങ്ങളെ മൊത്തം ഓരോന്ന് ഉരുന്ന് കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കുറുവയും പരലും ഒക്കെ നമുക്ക് പടയ്ക്കാൻ വരും. ഈ അറിഞ്ഞിൽ എന്ന് പറഞ്ഞാൽ ഊരാൻ പാടാ. എന്നാ വെച്ചാൽ അവൻ്റെ ആ മുതുകത്തൊരു മുള്ളുണ്ട്. അകത്തെ കയറി ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറുക്കി വലിച്ചാൽ കീറിപ്പോവും. അത്രയ്ക്ക് സ്ട്രോങ് അവൻ്റെ. ഇത് നമ്മൾ ഇതിട്ടേക്കുന്നത് 42-ൻ്റെ വില. 42, 42ഉം 48ഉമായിട്ട്. രണ്ടേലും മീനുണ്ടായിരുന്നു. ഇതുണ്ടോ ഇവൻ്റെ? ഇതുണ്ടോ ഇവിടെ ഈ വശമുണ്ട്. ഇവിടെയാണ് മുള്ള്. ഈ മുള്ളയിലോട്ട്, അകത്ത് മുള്ളയിൽ ഉടക്കി കഴിഞ്ഞാൽ ഈ മീൻ പകുതിക്ക് വെച്ച് കീറിപ്പോവും. നന്ദന്തേ ഫ്രണ്ടിലോട്ട് ഊരി എടുക്കാനേ പറ്റുള്ളൂ. കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അത്ര മീൻ ഊരി നമ്മളിപ്പം കേട്ടോ. അപ്പം നമുക്കിത് നമ്മുടെ പെരുവല എടുത്തിട്ട് ഇത്ര മീൻ കിട്ടി. ഇനിയിപ്പം നമുക്ക് പൊടിവലയിൽ കുറച്ചും കൂടി ഊരാനുണ്ട്. നമുക്കതും കൂടി ഊരിയിട്ട് ഒന്നിച്ച് കാണിക്കാവേ. ഇതാണ് നമ്മുടെ പൊടിവലയിൽ മീനുണ്ട്. പൊടിവല അത്രയ്ക്ക് അതുപോലെ ഇല്ലായിരുന്നുള്ളൂ, എന്നാലും പൊടിവല ഉണ്ടോ, പരലും പള്ളത്തിയൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നിച്ച് അതും കൂടി ഊരിയേക്കാം. വിത്തലും ഉണ്ട് നന്ദനൊക്കെ. ഇതുണ്ടോ അപ്പം നമ്മൾ തെളിവല കിട്ടിയതും പൊടിവല കിട്ടിയതും എല്ലാം മൊത്തം മീൻ ഊരി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് അറിയിക്കണേ. അപ്പം നമുക്കിനിപ്പോൾ അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.